സേതി യാത്ര പറയാൻ നേരം എത്ര പിടിച്ചു വച്ചിട്ടും ശ്വേതയുടെ കണ്ണ് നിറഞ്ഞ് സ്വരമിടറി. കുഞ്ഞിലെ മുതൽ പൊതിഞ്ഞു പിടിച്ച് ഒറ്റയ്ക്ക് വളർത്തിയ മകളാണ്. ഇന്നവൾ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാണ്. സേതിയും അന്നേരം നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. സേതു അമ്മയെ ചേർത്ത് പിടിച്ചപ്പോൾ ശരത്ത് സേതിയെ സമാധാനിപ്പിച്ച് കാറിലേക്ക് കയറ്റിയിരുത്തി. കാറിൽ ഇരുന്നാണ് സേതി എല്ലാവരോടും യാത്ര പറഞ്ഞത്. എല്ലാവരും കൂടി അവളെ പ്രാർത്ഥനയോടെ യാത്രയാക്കി. പ്രിയപ്പെട്ടവർ കണ്ണിൽ നിന്ന് മറയുവോളം സേതി അവരെ തിരിഞ്ഞു നോക്കി. സേതി 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങ് വരാടോ, കരയല്ലേ. പ്രജിൻ അവളെ സമാധാനിപ്പിച്ചു. കണ്ണ് പയ്യെ ഒപ്പി കുനിഞ്ഞിരുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു. ചായനൊരു ആശ്രയം കിട്ടിയ പോലെ അവളും അവൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് സങ്കടം ഒതുക്കി. മുന്നിലിരുന്ന പ്രജിൻ്റെ അനിയത്തിയും ഡ്രൈവ് ചെയ്യുന്ന അനിയനും ചിരിയോടെ അവരെ നോക്കി. പ്രജിൻ്റെ അനിയൻ കല്യാണത്തിനായി 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ്. അവൻ നാളെ മടങ്ങിപ്പോകും. അത് കഴിഞ്ഞ് പിറ്റേന്ന് സേതിയും പ്രജിനും തിരിച്ചിങ്ങോട്ട് വരുള്ളൂ. പെണ്ണും ചെക്കനും പോയെങ്കിലും ഒരു 3 പന്തിക്ക് ഇരിക്കാനുള്ള ആളുകൾ കല്യാണ വീട്ടിൽ ബാക്കിയായിരുന്നു. എന്നാൽ പോയാലോ? നീലിമയെ 2 വട്ടം ഫോൺ ചെയ്ത് വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞെങ്കിലും ജിതിന് ഒരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു. നീലിമയെ അധികം സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ലെന്ന് അവൻ ഓർത്തു. അവളൊന്ന് മൂളി. അവളും വൃന്ദയും സേതിക്കൊപ്പം തന്നെ ഫുഡ് കഴിച്ചിരുന്നു. നീ എന്നാ പോയി ആൻറ്റിയോടേക്ക് പറഞ്ഞിട്ട് വാ, ഞാൻ അച്ഛൻ കഴിച്ചോ നോക്കട്ടെ. നില അകത്തേക്ക് നടന്നു. സേതിയെ യാത്രയാക്കിയ സങ്കടം ഒതുക്കി വന്നവരോട് വിശേഷങ്ങൾ പറഞ്ഞും തിരക്കി നടക്കുന്ന ശ്വേതയ്ക്ക് അടുത്തേക്കാണ് നില ആദ്യം ചെന്നത്. വാവയ്ക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ അവളെ പിടിച്ചു നിർത്താൻ തോന്നിയില്ല ശ്വേതയ്ക്ക്. എന്തായാലും മോള് ഞങ്ങളുടെ കുടുംബത്തേക്ക് തന്നെയല്ലേ വരുന്നത്. ജിത്തുവിനെ പോലെ തന്നെ മോളും എനിക്ക് ഏറെ പ്രിയപ്പെട്ട തന്നെയാണ്. നിങ്ങൾ ഒന്നാവുന്നത് സന്തോഷമാണ്. നില ഒരു നിമിഷം അവരെ കെട്ടിപ്പിടിച്ചു. എന്തോ സേതിയെ യാത്രയാക്കുന്ന നേരം സങ്കടം അടക്കി പിടിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിരുന്നു അവൾക്ക്. ശ്വേത സന്തോഷത്തോടെ അവളുടെ കവിളിൽ തട്ടി. വൃന്ദയ്ക്ക് അവൾ പെട്ടെന്ന് പോകുന്നത് സങ്കടമായിരുന്നു. വനജയും ബിന്ദുവും എത്രയും വേഗം വീട്ടിലേക്ക് വരും, ഇനിയും നീട്ടിപ്പോണ്ട എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചാണ് യാത്ര പറഞ്ഞത്. ബാക്കി ഉള്ളവരോടും ഒന്ന് ബായ് പറഞ്ഞ് ബാഗും എടുത്ത് നിലപ്പുറത്തേക്ക് വരുമ്പോൾ ജിതിനോടൊപ്പം നിന്ന് സംസാരിക്കുന്നുണ്ട് വനജയും പ്രസന്നനും ബിന്ദുവും. മാമനോ? ജിതിനു അടുത്തേക്ക് ചെന്ന് നില തിരക്കി. ജിതിൻ കൈചൂണ്ടിയ ഇടത്തേക്ക് നില നോക്കി. വിശ്വജിത്തിൻ്റെ അച്ഛനുമായി സംസാരിച്ച് അവർക്കടുത്തേക്ക് നടന്നു വരുന്നുണ്ട് അച്യുതൻ. അപ്പം മോളെ അടുത്ത ആഴ്ച ഒഴിവ് നോക്കി വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം, നിലയോട് പറഞ്ഞ് ജിതിനും കൈ കൊടുത്ത് വിജയൻ. എല്ലാവരോടും ഒന്ന് തലയാട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നില അവിടെ ആകെ വിശ്വജിത്തിനെ തിരഞ്ഞു. ജിതിനേട്ടാ. അവിടെ ഒന്നും അവനെ കാണാതെ വന്നപ്പോൾ മുന്നോട്ട് നടന്ന് ജിതിനെ പോയി പിടിച്ചു നിർത്തി നില. സാറിനെ കണ്ടില്ല, അവൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നീ വാ. റോഡിൽ മുഴുവനും ആളുകൾ തിരിച്ചു പോകുന്ന തിരക്കാണ്. പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിൻ്റെ സൈഡിൽ നിൽക്കുന്ന വിശ്വത്തിനെ നില കണ്ടു. സദ്യ വിളമ്പുന്ന തിരക്കിൽ നിന്ന് വന്നതാണെന്ന് അവൻ്റെ വിയർത്ത് നിൽക്കുന്ന രൂപം കണ്ട് അവൾക്ക് മനസ്സിലായി. അവന് അടുത്തേക്ക് ആദ്യം എത്തിയത് അച്യുതനാണ്. അവനോട് സംസാരിച്ച് യാത്ര പറഞ്ഞ് അച്യുതൻ കാറിനടുത്തേക്ക് നടന്നു. ശരിയടാ, ഇനി നിങ്ങൾ അങ്ങോട്ട് വാ. ജിതി വിശ്വസിൻ്റെ തോളിലും തട്ടി. ദാ ചേച്ചിക്കും അമ്മമ്മയ്ക്കും ആൻറ്റിക്കും കൊടുക്ക്. വിശ്വത്ത് കൊടുത്ത കവർ നില കയ്യിൽ വാങ്ങി. ചൂടുണ്ട്, പായസമാണോ? 3 തരവുമുണ്ട്. ദാ ഞാൻ കാറിൽ വയ്ക്കാം. ജിതിൻ ആ കവർ വാങ്ങി കാറിനടുത്തേക്ക് നടന്നു. നില ഒരു നിമിഷം അവനോട് എന്ത് പറയണം എന്നറിയാതെ അവനെ ഒന്ന് നോക്കി. ഞാൻ നാളെ തിരിച്ചു പോകും, മറ്റന്നാൾ മുതൽ കോളേജിൽ പോകും. പെട്ടെന്നുള്ള ഈ പറച്ചിൽ നില സംശയിച്ചു നിന്നു. കാണാടി, നീ ഹോട്ടലിലൊക്കെ പോയി ആ വഴി വാ, പാടത്തിപ്പോൾ തണ്ണിമത്തൻ വിളവെടുപ്പാണ്. പറയുന്നതിനൊപ്പം അവൻ ചിരിച്ചു. അവിടെ പിണക്കവും പരിഭവവും അപ്പാടെ മാറിയെന്ന് അവൻ്റെ പറച്ചിലിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇനിയും ആ പാടത്തെ തണൽ മരത്തിനിടയിൽ പ്രണയനിമിഷങ്ങളും സല്ലാപങ്ങളും ഇടം പിടിക്കും. നില ചിരിച്ചു. അവൻ്റെ ഇടത് കൈയിൽ വിരൽ കോർത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളിൽ ഉതിർന്ന സന്തോഷം അവൾ പ്രകടിപ്പിച്ചു. ചെല്ല്, ഞാൻ വിളിക്കാം, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. അവനും അവളുടെ വിരലിൽ ഒന്ന് മുറുകെ പിടിച്ചു വിട്ടു. ജിതിൻ്റെ കാർ റോഡിലൂടെ നീങ്ങി തുടങ്ങിയപ്പോൾ വിശ്വ തിരക്കിലേക്ക് തിരിഞ്ഞു. ജിതിനും നിലയും അച്യുതനും വീട്ടിലെത്തുമ്പോൾ 4:30 കഴിഞ്ഞു. ജിതിനും നിലയും നേരെ നീലിമയുടെ അടുത്തേക്കാണ് ഓടിച്ചെന്നത്. 2 ആളും നല്ല ഉറക്കമാണ്, എണീപ്പിക്കല്ലേ. അമ്മമ്മ അവരെ വാതിക്കൽ തന്നെ തടഞ്ഞു. എന്താ ഈ നേരത്തൊരു ഉറക്കം, അവൾക്ക് വയ്യേ? ജിതിൻ ആശങ്കയുടെ റൂമിലേക്ക് എത്തി നോക്കി. കുഞ്ഞിച്ചക്കനെതിരെ വാശിയായിരുന്നു. അവൾ എടുത്തോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. കൂടെ അവളോടും കിടക്കാൻ പറഞ്ഞു ഞാൻ. ഇത്രയും നേരം ഒരേ ഇരിപ്പായിരുന്നില്ലേ? നടുവ് നല്ല വേദനയുണ്ട്. ഞങ്ങളെ ആരെയും എടുക്കാൻ ചെക്കാൻ സമ്മതിക്കണ്ടേ? ഷീജ വല്ലായ്മയോടെ പറഞ്ഞു. ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? അച്യുതൻ റൂമിന് വാതിക്കൽ വന്ന് നോക്കി. ഉറങ്ങി എഴുന്നേക്കട്ടെ, കുറവില്ലെങ്കിൽ പോകണം. മോനൊരു മൂക്കടച്ചിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു വാശിയും. അമ്മമ്മ ഒന്ന് സമാധാനിപ്പിക്കും വിധം പറഞ്ഞു.
ജിതിൻ വേഷം മാറി വന്ന് നീലിമയ്ക്ക് അടുത്ത് താഴെയിരുന്നു. അധികം വൈകാതെ നിളയും റൂമിലേക്ക് എത്തി. അവളും കുഞ്ഞിനരികിലായി സ്ഥലം പിടിച്ചു. അമ്മയുടെയും മോൻ്റെയും ശാന്തമായ ഉറക്കം കാണെ രണ്ടാൾക്കും ഒരാശ്വാസം തോന്നി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.